ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് ബേസിക് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് റെക്റ്റാങ്കിൾ ഓട്ടോകാഡിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം, അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഡ്രോ പാരാമീറ്റർ അല്ലെങ്കിൽ ഡ്രോ പാനലിലാണ് നമുക്ക് റെക്റ്റാങ്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് പാനൽസ് ഉണ്ട്, മോഡിഫൈ, അനോട്ടേഷൻ, ലേയേഴ്സ്, അങ്ങനെ കുറേ പാനൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഡ്രോ പാനലിൽ നമ്മൾ എടുക്കാൻ പോവാണ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിൻ്റ് എന്ന് വരും. ഓക്കെ, ഫസ്റ്റ് കോർണർ പോയിൻറ്റ് സ്പെസിഫൈ ചെയ്തു. എന്നിട്ട് പറയുന്നത് താഴെ നമ്മുടെ കമാൻഡ് ബോക്സിൽ ഇവിടെ കാണാൻ പറ്റും, സ്പെസിഫൈ അതർ കോർണർ പോയിൻറ്റ്. അപ്പോൾ ഞാൻ അതർ കോർണർ പോയിൻറ്റ് ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഡയമെൻഷൻ കൊടുത്ത് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഗെയിൻ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് സ്പെസിഫൈ പോയിൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാനൊരു പാരാമീറ്റർ അടിക്കും. ഫോർ എക്സാമ്പിൾ 50 എൻ്റർ ചെയ്തു. എന്നിട്ട് 50 ഞാൻ അടിച്ചു. എന്നിട്ട് ഞാൻ ടാബ് പ്രസ് ചെയ്തിട്ട് ഞാനിപ്പം 30 അടിക്കുകയാണ്. ഓക്കെ, 30 എൻ്റർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ റെക്റ്റാങ്കിൾ ഷോർട്ട് കീ കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. REC ആണ് റെക്റ്റാങ്കിളിൻ്റെ ഷോർട്ട് കീ. അത് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തിട്ട് ഫസ്റ്റ് പോയിൻ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ 60 എൻ്റർ ചെയ്തില്ല, 60 ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ടാബ് പ്രസ് ചെയ്ത് 30 ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഡയമെൻഷൻ നമുക്ക് നോക്കാം. ഓക്കെ, 60, അതേപോലെ ഇത് നമ്മുടെ 30. അപ്പോൾ ഇത് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് അഗെയിൻ റെക്റ്റാങ്കിൾ ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യണം, ഈ പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് താഴെ നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും സ്പെസിഫൈ അതർ കോർണർ പോയിൻ്റ് ഓർ ഏരിയയുടെ ബ്ലൂ കളറിലാണ്. അപ്പോൾ ബ്ലൂ ആണ് നമ്മുടെ ഷോർട്ട് കീ. ഓട്ടോകാഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ താഴെ നമ്മുടെ കമാൻഡ് ബോക്സിൽ നമുക്ക് ഈ അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലൂവിൽ ഹൈലൈറ്റ് ആകുന്നതാണ് നമ്മുടെ ഷോർട്ട് കീ. അതേപോലെ ഡയമെൻഷൻ്റെ D, അതേപോലെ റൊട്ടേഷൻ്റെ R നമ്മുടെ ഹൈലൈറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇൻ കേസ് എനിക്ക് ഏരിയ ആണ് അറിയുന്നത്, ഏതെങ്കിലും റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അറിയാം. അപ്പോൾ അത് വെച്ച് നമുക്ക് വരയ്ക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, A പ്രസ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം, A ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്, എൻറ്റർ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അടിക്കാൻ പറഞ്ഞു. ഞാൻ 1000 അടിക്കുകയാണ്. ഓക്കെ, ഏരിയ 1000 അടിച്ചു. എൻ്റർ കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് നമുക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ലെങ്ത്തിൽ ഞാൻ 10 അടിക്കുകയാണ്. 10 എൻ്റർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഏരിയ നോക്കണമെങ്കിൽ ഇവിടെ നമുക്ക് യൂട്ടിലിറ്റീസിൽ മെഷർ എന്ന പാരാമീറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് ഇവിടെ ഏരിയ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ഏരിയ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതിൻ്റെയെങ്കിലും ഏരിയ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പാരാമീറ്റർ സെക്കൻഡ് ചെയ്യണം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, എന്നിട്ട് അവസാനം ഇതിനെ ക്ലോസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഏരിയ അവൈലബിൾ ആയിട്ട് കിട്ടും. കണ്ടോ, ഏരിയ നമ്മുടെ എത്രയാണ്, 1000 ആണ് നമ്മൾ ഓൾറെഡി കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 220 ആണ് നമ്മുടെ പെരിമീറ്റർ. ഓക്കെ, ഏരിയ നമ്മൾ 1000 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾറെഡി നമ്മൾ ഈ ലെങ്ത് ആണ് നമ്മൾ കൊടുത്തത്. ലെങ്ത്ത് നമ്മൾ 10 ആണ് കൊടുത്തത്. ഓക്കെ, അപ്പം അതിൻ്റെ വിഡ്ത്ത് അത് ബൈ ഡിഫോൾട്ട് ആയിട്ടാണ് എടുക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഗെയിൻ ഞാൻ ഇനി റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ ഞാൻ എന്ത് പ്രസ് ചെയ്യും, ഒന്നെങ്കിൽ എനിക്ക് അപ്പ് ആരോ കീബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്പ് ആരോ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതായത് റീസെൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയുണ്ടോ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്ത എല്ലാ പാരാമീറ്ററിനകത്ത് വരും. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കണം. എൻ്റർ അടിച്ച് എന്നിട്ട് അഗെയിൻ ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇനി ഞാൻ അടിക്കാൻ പോകുന്ന ഡയമെൻഷൻ്റെ D ആണ് ഷോർട്ട്. D എൻ്റർ ചെയ്തു. D ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിച്ചു. അത് ഡയമെൻഷൻ ഞാൻ അടിക്കാൻ പോകുന്നത് 40 ആണ്. 40 എൻ്റർ. എന്നിട്ട് വിഡ്ത്ത് അടിക്കാൻ പോകും. വിഡ്ത്ത് ഞാൻ 50 അടിക്കുകയാണ്. 50. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെക്റ്റാങ്കിൾ അവൈലബിൾ ആയിട്ട് കിട്ടും. അഗെയിൻ ഇപ്പം റെക്റ്റാങ്കിൾ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല, പക്ഷേ എവിടെ പ്ലേസ് ചെയ്യണോ നമ്മൾ തന്നെ ലൊക്കേറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ കർസർ നമുക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കും. എവിടെ പ്ലേസ് നമ്മുടെ ഈ ഒരു പോയിന്റ് മാത്രമായിരുന്നു നമ്മുടെ ഒറിജിൻ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഓക്കെ ആവും. ഓക്കെ, അഗെയിൻ നമുക്ക് റെക്റ്റാങ്കിൾ വേണം. ആരോ കീ പ്ലസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനി ഞാൻ ഇവിടെ പ്രസ് ചെയ്യുകയാണ്. ഇനി റൊട്ടേഷൻ R ആണ് നമ്മുടെ റൊട്ടേഷൻ. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ R അടിക്കണം. ഓക്കെ, R അടിക്കുകയാണ് ഞാൻ. R എൻ്റർ. അപ്പോൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, എത്ര ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കണം എന്നാണ്. ഓക്കെ, അപ്പം റൊട്ടേഷൻ നമുക്കിപ്പോൾ പ്രസൻ്റ്ലി 0 ആണ്. അപ്പോൾ എനിക്കിപ്പോൾ 45 ഡിഗ്രിയിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും,
ജസ്റ്റ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഇവിടെ കാണാൻ പറ്റും, സ്പെസിഫൈ റൊട്ടേഷൻ ആംഗിൾ അല്ലേ. അപ്പോൾ സ്പെസിഫൈ റൊട്ടേഷൻ ആംഗിളിൻ്റെ അവിടെ ഞാൻ 45 എൻ്റർ ചെയ്യും, 45 എൻ്റർ ചെയ്യും വരയ്ക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് റെക്റ്റാങ്കിൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പം ഇതിനെ നമുക്ക് മെഷർമെൻറ്റ് ലൈൻ ഞാൻ ഇതിൻ്റെ ആംഗിളും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് 45 എന്ന്. ഓക്കെ, ഇവിടെ ഞാൻ ലീനിയറിൽ പോയി ആംഗുലറിലെടുത്തു, ഈ രണ്ട് ആംഗിളിനെ ഞാൻ മെഷർ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 45 ഡിഗ്രിയാണ് നമ്മുടെ റെക്റ്റാങ്കിൾ, നമ്മുടെ 45 ഡിഗ്രിയിലാണ് റൊട്ടേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇൻ കേസ് നമ്മൾ ഇനി നെക്സ്റ്റ് റെക്റ്റാങ്കിൾ അഗെയിനായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇനിയുള്ള റെക്റ്റാങ്കിൾ എങ്ങനെ വരച്ചാലും അത് 45 ഡിഗ്രി റൊട്ടേഷനിലാണ് ബൈ ഡിഫോൾട്ടായിട്ട് ഇരിക്കുന്നത്. അത് നമുക്ക് 0 ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഗെയിൻ R പ്രസ് ചെയ്യണം, എൻറ്റർ, എന്നിട്ട് നമ്മളിവിടെ സ്പെസിഫൈ റൊട്ടേഷൻ ആംഗിളിൻ്റെ അവിടെ 0 എൻറ്റർ ചെയ്യും. ഓക്കെ, 0 ക്ലിക്ക് ചെയ്ത് എൻറ്റർ ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റെക്റ്റാങ്കിൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നോർമലായിട്ടുള്ള നേരത്തെയുള്ള റെക്റ്റാങ്കിൾ ഫോമിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടി വിത്തൗട്ട് റൊട്ടേഷൻ. അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് റൊട്ടേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി. റെക്റ്റാങ്കിളിന് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് വരയ്ക്കുമ്പോൾ ഏരിയ അല്ലെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് വെച്ച് വരയ്ക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഡയമെൻഷൻ രണ്ടെണ്ണം കൊടുത്ത് വരയ്ക്കാൻ പറ്റും. അതേപോലെ റൊട്ടേഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഡിഗ്രി റൊട്ടേഷനിൽ നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാരാമീറ്റർ കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്പെസിഫൈ ദ ഫസ്റ്റ് കോർണർ പോയിന്റ് ഓർ ക്യാംഫർ, എലിവേഷൻ, ഫില്ലറ്റ്, തിക്നെസ്, വിഡ്ത്ത്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ഷോർട്ട് കീ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ക്യാംഫറിൻ്റെ C ആണ്, എലിവേഷൻ്റെ E ആണ്, ഫില്ലറ്റിൻ്റെ F ആണ്, തിക്നെസ്സിൻ്റെ T ആണ്, വിഡ്ത്തിൻ്റെ W ആണ് നമ്മുടെ ഷോർട്ട് കീ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്യാംഫർ നോക്കാം. ക്യാംഫറിന് ആക്റ്റീവ് ആക്കണമെങ്കിൽ ഞാൻ C എൻ്റർ ചെയ്യണം. C പ്രസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിക്കും. ഓക്കെ, ഇനി സ്പെസിഫൈ ഫസ്റ്റ് ക്യാംഫർ ഡിസ്റ്റൻസ് എന്നടിക്കും. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു 10 യൂണിറ്റ് അടിക്കുവാണ്. ഓക്കെ, 10 യൂണിറ്റ് അല്ലെങ്കിൽ 5 യൂണിറ്റ് അടിക്കുവാണ്. 5 യൂണിറ്റ് അടിച്ചു. അഗെയിൻ സെക്കൻഡ് ക്യാംഫർ ഡിസ്റ്റൻസ് അത് എന്താണെന്ന് പറഞ്ഞുതരാം. സെക്കൻഡ് ക്യാംഫർ ഡിസ്റ്റൻസും 5 അടിക്കുവാണ്. 5 അടിച്ചു. ഓക്കെ, എന്നിട്ട് ഇനി എനിക്ക് ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. എന്നിട്ട് ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു 50 ടാബ് 100. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് ഇതാണ്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം ഇങ്ങനെ കട്ടായി പോകുന്ന സെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാംഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഓൾറെഡി കൊടുത്തത്. ഓക്കെ, അതേപോലെ നമുക്ക് ഡയമെൻഷൻ നമുക്ക് മെഷർമെൻറ്റ് ചെയ്യണം. ഡയമെൻഷൻ നമുക്ക് എഴുതണം. അതിൻ്റെ ഷോർട്ട് കീ ആണ് DLI. ഓക്കെ, അല്ലെങ്കിൽ DIN. ഓക്കെ, അതായത് ഡയമെൻഷൻ ലീനിയർ ആണ്. ഓക്കെ, ഡയമെൻഷൻ ലീനിയർ ഞാൻ പ്രസ് ചെയ്ത് ഇവിടം തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ഇങ്ങനെ ഡിസ്റ്റൻസ് ഇങ്ങനെ എഴുതും. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഒന്നുകൂടെ അത് റീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ 5 ആയിരുന്നു, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫില്ലറ്റ് കൊടുത്തത്. അഗെയിൻ എൻ്റർ അടിക്കുകയാണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അഗെയിൻ നമ്മുടെ 5 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ 2 ഫില്ലറ്റിൻ്റെ വാല്യൂ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്തത്, 50 എന്ന ലെങ്ത്ത് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്തത് ഡയമെൻഷൻ ലീനിയർ, എന്നിട്ട് നമ്മൾ ഈ ഒരു പാരാമീറ്റർ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് 100 നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ റെക്റ്റാങ്കിൾ നമുക്ക് ഫില്ലറ്റ്, ഇതാണ് നമ്മുടെ ഫില്ലറ്റ് ചെയ്യുമ്പോൾ ഫില്ലറ്റിന് 2 വാല്യൂ അടിച്ച് കൊടുത്തിട്ടുള്ള പാരാമീറ്റർ. നമുക്ക് ഫില്ലറ്റ് ചെയ്ത് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ ഞാൻ നെക്സ്റ്റ് റെക്റ്റാങ്കിളിൽ നോക്കുവാണ്. റെക്റ്റാങ്കിൾ അപ്പ് ആരോ ക്ലിക്ക് ചെയ്ത് റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്ത് ഇനി ഞാൻ നോക്കാൻ പോകുന്നത് എലിവേഷനാണ്. ഓക്കെ, എലിവേഷൻ അപ്പോൾ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തു. അതിൻ്റെ മുന്നേ എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ, ഇപ്പോൾ ക്യാംഫർ എൻ്റെ ഒരു വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ഏത് റെക്റ്റാങ്കിൾ വരച്ചാൽ ആ വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ക്യാംഫർ നമുക്ക് 0 ആക്കണം. അതിനുവേണ്ടി ഞാൻ C എൻ്റർ ചെയ്തു. എന്നിട്ട് ക്യാംഫറിൻ്റെ പ്ലേസിൽ ഞാൻ 0 എൻ്റർ ചെയ്യുകയാണ്. 2 ക്യാംഫറും ഞാൻ 0 ആക്കുകയാണ്. നേരത്തെ 5 ആയിരുന്നു ബൈ ഡിഫോൾട്ടായിട്ട്, 2നെ ഞാൻ 0 ആക്കുകയാണ്. ഓക്കെ, 0 ആക്കി. ഇനി ഞാൻ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ എനിക്ക് നോർമലായിട്ടൊരു റെക്റ്റാങ്കിൾ കിട്ടും. ഓക്കെ, അഗെയിൻ ഇനി ഞാൻ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. റെക്റ്റാങ്കിൾ എൻ്റർ, എലിവേഷനാണ് എനിക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിക്കുകയാണ്. എന്നിട്ട് സ്പെസിഫൈ ചെയ്ത എലിവേഷൻ ഓഫ് ദ റെക്റ്റാങ്കിൾ. എലിവേഷൻ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു വാല്യൂ അടിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ 10 അടിക്കുകയാണ്. 10. ഓക്കെ, എന്നിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് അഗെയിൻ റെക്റ്റാങ്കിൾ അടിച്ചു.
എലിവേഷൻ അടിച്ചു, എന്നിട്ട് എലിവേഷൻ്റെ വാല്യൂ 10 അടിക്കുകയാണ്, 15. അഗെയിൻ ഞാനൊരു റെക്റ്റാങ്കിൾ കൂടെ വരയ്ക്കുകയാണ്. അഗെയിൻ റെക്റ്റാങ്കിൾ, അപ്പാരോ യൂസ് ചെയ്ത് റെക്റ്റാങ്കിൾ, അതേപോലെ ഈ എൻ്റർ 20 എന്ന എലിവേഷൻ വാല്യൂ കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 20 എന്ന എലിവേഷൻ വാല്യൂയും കൂടെ ഞാൻ കൊടുത്തു. അപ്പം ഇത് നമുക്ക് ടോപ്പ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ എലിവേഷൻ്റെ നമുക്ക് മനസ്സിലാവത്തില്ല. നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഈ ഒരു വ്യൂ ക്യൂബ് യൂസ് ചെയ്ത് നോക്കണം. ഓക്കെ, വ്യൂ ക്യൂബ് യൂസ് ചെയ്ത് നമ്മുടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എലിവേഷൻ കണ്ടോ, എലിവേറ്റഡ് നമുക്ക് ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ എലിവേഷൻ. അപ്പോൾ നമ്മുടെ വാല്യൂ 10, 15 ഒക്കെ കൊടുത്തത് ഈ ഒരു എലിവേറ്റഡ് ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എലിവേഷൻ നമുക്ക് നോർമലായിട്ടുള്ള വ്യൂസ് നമുക്ക് കാണത്തില്ല, ടോപ്പ് വ്യൂവിൽ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ നമുക്ക് 3D വരയ്ക്കുമ്പോഴാണ് നമുക്ക് യൂസ് ആവുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അത്ര നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് എലിവേഷൻ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ റെക്റ്റാങ്കിൾ, അപ്പാരോ ക്ലിക്ക് ചെയ്ത് റെക്റ്റാങ്കിൾ പ്രസ് ചെയ്ത്, എന്നിട്ട് നെക്സ്റ്റ് ആണ് ഫില്ലറ്റ്. അതേപോലെ തന്നെ ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഫില്ലറ്റിൻ്റെ എഫ് ഷോർട്ട് കീ അടിക്കുകയാണ്, എഫ് എൻ്റർ. എന്നിട്ട് ഫില്ലറ്റിൻ്റെ എന്താണ് പറയുന്നത്, സ്പെസിഫൈ ദ ഫില്ലറ്റ് റേഡിയസ്. കണ്ടോ, സ്പെസിഫൈ ഇവിടെ തന്നെ നമ്മുടെ എല്ലാ കമൻറ്റും ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. സ്പെസിഫൈ ദ ഫില്ലറ്റ് റേഡിയസ് ഞാൻ അടിക്കാൻ പറയുകയാണ്. അപ്പോൾ ഞാനൊരു യൂണിറ്റ് 5 യൂണിറ്റ് അടിക്കുകയാണ് ഫില്ലറ്റിൽ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇനി എന്താ ചെയ്യുന്നത്, ഇവിടെ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു, എന്നിട്ട് സെക്കൻഡ് പോയിന്റ് നമുക്ക് ഡയമെൻഷൻ കൊടുത്തിട്ട് വേണമെങ്കിലും വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ 50 ടാബ് 20 മനസ്സിലായി. അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് ഫില്ലറ്റ് വാല്യൂ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് DIM നമ്മുടെ ഷോർട്ട് കീ ആണ്, DIM എൻ്റർ. ഇത് മെഷർമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് മെഷർമെൻറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ റേഡിയസ് എന്നാകുമ്പോൾ റേഡിയസും കൂടെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടി വരും. ഇതെന്താണ് ഇതിൻ്റെ റേഡിയസിൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, അപ്പോൾ റേഡിയസ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ നമ്മുടെ ഡയമെൻഷൻ ഫോർ എക്സാമ്പിൾ 20 സെൻറ്റിമീറ്റർ 20 യൂണിറ്റ്, അതേപോലെ 50 യൂണിറ്റ്, അതേപോലെ റേഡിയസ് 5 റേഡിയസ് ആണ്. ഇത് നമ്മുടെ ഫില്ലറ്റിൻ്റെ വാല്യൂ. അപ്പോൾ ഫില്ലറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഈ റേഡിയസ് ആണ് നമ്മൾ ഇനീഷ്യലി അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെക്റ്റാങ്കിൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് റെക്റ്റാങ്കിൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, എസ്കേപ്പ് അടിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡയമെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ എസ്കേപ്പ് അടിക്കണം. എസ്കേപ്പ് അടിച്ചാൽ മാത്രമേ അത് ഇപ്പോൾ ചെയ്ത ആക്ടിവിറ്റിയിൽ നിന്ന് പുറത്ത് വരത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻ അടിച്ചു, റെക്റ്റാങ്കിൾ അഗെയിൻ റെക്റ്റാങ്കിൾ എടുത്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തിക്നെസ് ആണ്. തിക്നെസ് ഓൾറെഡി നമ്മൾ നോക്കി, നമുക്ക് നോക്കണം. നമുക്കറിയാം ഇതിൻ്റെ ഷോർട്ട് കീ തിക്നെസ് ആണ്, T ആണ്. ഓക്കെ, തിക്നെസ്സിൻ്റെ T നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ തിക്നെസ്സിൻ്റെ വാല്യൂ അടിക്കാൻ പറയുകയാണ്. ഞാൻ തിക്നെസ്സിൻ്റെ വാല്യൂ 5 അടിക്കുക, എൻ്റർ. ഓക്കെ, അപ്പം അത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫില്ലറ്റിൻ്റെ വാല്യൂ എൻറ്റേർഡ് ആണ്. അപ്പോൾ അത് മാറ്റണം നമുക്ക് ആദ്യം. ഓക്കെ, അത് മാറ്റണം. അതേപോലെ നമുക്ക് തിക്നെസ് നമുക്കിവിടെ കാണത്തില്ല. നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് 3D വ്യൂവിൽ പോയി കാണണം. കണ്ടോ, ഇതാണ് നമ്മുടെ ഫില്ലറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇരുന്നാൽ പ്രോപ്പറായിട്ട് നമ്മുടെ വ്യൂ അറിയണമെങ്കിൽ നമ്മുടെ കൺസെപ്ച്വൽ ഈ ഒരു വ്യൂവിൽ മാത്രമേ നമുക്ക് 3D എഫക്റ്റ് നമ്മൾ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോഴത്തേക്ക് 3D ആകുമ്പോഴാണ് നമുക്ക് ഇത്രയും ഇതിൻ്റെ ആവശ്യമൊക്കെ വരുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് 2D ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് വരയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ തിക്നെസ് നമ്മൾ കൊടുത്ത് വരയ്ക്കുന്ന റെക്റ്റാങ്കിളാണ് ഇത്. ഓക്കെ, കൺസെപ്ച്വൽ മാറ്റി ഞാൻ 2D വയർ ഫ്രെയിം കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള നമ്മുടെ പാരാമീറ്റർ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫില്ലറ്റിനെയും കൂടെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഗെയിൻ റെക്റ്റാങ്കിൾ അപ്പ് ആരോ ക്ലിക്ക് ചെയ്ത് റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫില്ലറ്റ് എഫ് എൻ്റർ ചെയ്തിട്ട് 5 ആണ് ബൈ ഡിഫോൾട്ട് വാല്യൂ. 5ൻ്റെ പ്ലേസിൽ ഞാൻ 0 ക്ലിക്ക് ചെയ്ത് വരച്ചു. ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നോർമൽ റെക്റ്റാങ്കിളായിട്ട് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് പാരാമീറ്റർ വരയ്ക്കാൻ പറ്റും. അഗെയിൻ നമ്മൾ റെക്റ്റാങ്കിൾ എടുത്തു, റെക്റ്റാങ്കിൾ REC എൻ്റർ. ഇനി വിഡ്ത്ത് എൻ്റർ ചെയ്യുക. വിഡ്ത്തിൻ്റെ ഷോർട്ട് കീ ആണ് W എൻ്റർ ചെയ്തു, വരച്ചു. വിഡ്ത്തിൻ്റെ ഒരു പാരാമീറ്റർ അഗെയിൻ ഞാനൊരു 5 കൊടുക്കുക. 5 കൊടുത്ത് എൻ്റർ.
റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതും നമ്മുടെ അഗെയിൻ 3Dയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കാണുന്നത്. നമുക്ക് കണ്ടോ, ഇങ്ങനെ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്നെങ്കിൽ റിയലിസ്റ്റിക്കിൽ പോയി നോക്കാം. നമുക്കിവിടെ കുറേ പാരാമീറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ക്ലിക്ക് ചെയ്ത് നമുക്ക് വരയ്ക്കാനും നോക്കാനും എല്ലാം പറ്റും. ഓക്കെ, അപ്പം റിയലിസ്റ്റിക് പാരാമീറ്ററിൽ പോയി നമുക്ക് വിഡ്ത്തും നമ്മുടെ വരച്ച റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ റെക്റ്റാങ്കിൾ എങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഞാൻ റിയലിസ്റ്റിക് മാറ്റി 2D വയർ ഫ്രെയിം ആക്കുവാണ്. അപ്പോൾ 2D വയർ ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ വിഡ്ത്താണ്, ഇത് നമ്മുടെ തിക്നെസ്, ഇത് നമ്മുടെ ഫില്ലറ്റ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, ഇത് നമ്മുടെ എലിവേഷൻ, അതേപോലെ നമ്മുടെ ക്യാംഫർ നമ്മൾ 2 ഡയമെൻഷൻ ക്ലിക്ക് ചെയ്തു, അതേപോലെ റൊട്ടേഷൻ, അതേപോലെ നമ്മൾ ഡയമെൻഷൻ വെച്ച് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏരിയ വെച്ച് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ റൊട്ടേഷൻ നമുക്കാണെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മുടെ വാല്യൂ ഡയമെൻഷൻ അടിച്ചു കൊടുത്ത് ജസ്റ്റ് ടാബ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡയമെൻഷൻ നമുക്ക് അടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഒരു ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് റെക്റ്റാങ്കിളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങൾ ഇതിനകത്ത്, ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ കവറാവും. ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു സെഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അതേപോലെ മാക്സിമം കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട്.